എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എല്ലാവരും ഈശ്വരഭക്തിയിൽ മുഴുകി പുണ്യകാലം ആഘോഷിക്കുന്ന സമയമാണ്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്കെല്ലാവർക്കും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം 1201 വൃശ്ചിക മാസം 20 6/12/2025 ശനിയാഴ്ച. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പൊതുകാര്യം സംസാരിക്കാനുണ്ട്. വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തിരക്ക് കൂടിയ ഒരു കാലഘട്ടമാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് പല രാശിക്കാർക്കും അപകട സാധ്യത കാണുന്നതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപകട സാധ്യത ഒഴിവാക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായ ഒരുപാട് അനുഭവങ്ങൾ അനുകൂലമായി വരുന്ന ദിവസമാണ്. എന്നാൽ ചില അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുന്നതും ഉത്തമമായൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് യുവാക്കൾ ബൈക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിഭയങ്കരമായ സ്പീഡിൽ ഓടിച്ച് അപകടങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും. കൂട്ടുകാരുമായി സംസാരിച്ചോ ഫോണിൽ സംസാരിച്ചോ ഒക്കെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം ഒരു മങ്ങിയ ദിവസമായിരിക്കും. പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ വാഗ്ദാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ദിവസവുമായിരിക്കും. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് ദോഷസമ്മിശ്രം എന്ന് പറയുന്നത്. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായ ലാഭകരമായ അനുഭവങ്ങൾ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കീഴ് ജീവനക്കാരുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കളിൽ ചിലർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് കൊണ്ട് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരെ ഇരിക്കുന്ന ബന്ധുക്കൾക്ക് വളരെ ഭാഗ്യം വന്നതറിഞ്ഞിട്ട് വളരെ സന്തോഷിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിച്ച് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശാവഹമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അനുകൂലമായ പ്രൊമോഷനുകൾക്കുള്ള സമയമെടുത്തിരിക്കുന്നതായിട്ട് വാർത്ത ലഭിക്കുവാൻ, അതേപോലെ ശമ്പള കയറ്റത്തിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ജീവനക്കാരായ ആളുകൾക്കൊക്കെ ഇന്ന് ശമ്പള വർധനയ്ക്കോ ബോണസുകൾക്കോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ശാന്തമായ ഒരു കുടുംബാന്തരീക്ഷവും കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ വളരെ ആഹ്ലാദപരമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാന്തമായ ഒരു അന്തരീക്ഷം എല്ലായിടത്തും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് ഇന്നത്തെ ഏറ്റവും ശ്രമകരവും അതേപോലെ പ്രയാസമേറിയതുമായ ഒരു കാര്യമാണ്. സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഏറ്റവും ദുഷ്കരമായ ദിവസമായിരിക്കും.
കാര്യങ്ങളെല്ലാം പ്രതികൂലമായി നീങ്ങുന്നുവെന്ന ആശങ്കയ്ക്ക് വഴിയുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഇതൊഴിച്ചാൽ ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ചെറുകിട ബിസിനസ്സുകാർക്ക്, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വളരെ നാളുകളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നിവർത്തിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന ചില പാകപ്പിഴകൾ മൂലം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് ഏറ്റവും ഗുണകരമായ ലാഭകരമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ പിണങ്ങിപ്പോയ സുഹൃത്തുക്കൾ തിരിച്ചു വരുവാനും സഹകരിക്കുവാനും സന്തോഷം അനുഭവിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ പൊതുവായൊരു കാര്യമുണ്ട്, അകന്നവൻ അടുക്കുമ്പോഴും അടുത്തവൻ അകലുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ളതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. പങ്കാളിക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ, ഗൃഹത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ അലട്ടിയേക്കാമെങ്കിലും മറ്റു കാര്യങ്ങളിൽ, ബിസിനസ് കാര്യങ്ങളിൽ, വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ശാന്തമായി കാര്യങ്ങൾ പര്യവസാനിപ്പിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില റിയാക്ഷനുകൾ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്കൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പഴകിയതായ ആഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകുവാനും അതുമൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നതിനാൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ആരോപണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇന്ന് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ദിവസമാണ്. നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അതേപോലെ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. എന്നാൽ ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കലാകാരന്മാർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സ്വന്തമായി ഗൃഹം വാങ്ങുവാനോ ഗൃഹത്തിൽ കയറി താമസിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തമായി വസ്തു വാങ്ങുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ വൈകുന്നത് കൊണ്ട് കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ വളരെ സന്തുഷ്ടമായ അനുഭവങ്ങൾ കൈവരുന്നതാണ്. കച്ചവടക്കാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. വിദേശത്തെ നിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ശാന്തമായൊരു ദിവസമായിരിക്കും. വിനോദയാത്രയ്ക്കോ ഉല്ലാസയാത്രയ്ക്കോ ഒക്കെ പോകുവാൻ അവസരമുള്ള ദിവസമാണ്. എന്നാലും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ അത്യാവശ്യമാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. വളരെയധികം വിശ്രമം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഒരുപാട് ദിവസത്തെ അലച്ചിലിന് ശേഷം വിശ്രമിക്കാൻ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ ഉന്നമനം കണ്ട്, അവരുടെ അഭിവൃദ്ധി കണ്ട്, അവരുടെ നേട്ടങ്ങൾ കണ്ടൊക്കെ സന്തോഷിക്കുവാനുള്ള അവസരം വരുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസപരമായ അന്വേഷണങ്ങൾക്ക് അനുകൂലമായ ഒരു പര്യവസാനം ഉണ്ടാകുന്ന ദിവസമാണ്. അഡ്മിഷൻ ലഭിക്കുക, നല്ല റിസൾട്ട് വരിക, ഇതൊക്കെ സാധ്യതയുള്ള ദിവസമാണ്.
യുവാക്കൾക്ക് അത്ര തന്നെ അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. ചില അപകട സൂചനകൾ കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാന്തവും സമാധാനവുമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സ്പോർട്സിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സെലക്ഷൻ കിട്ടാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നിരാശകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ മലഞ്ചരക്ക് വ്യാപാരത്തിൽ നഷ്ടം വരുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നഷ്ടമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം വിജയം വരുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമാണ്. വളരെ നാളുകളായി ഏഴര ശനിയുടെ പിടിയിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ദിവസമാണ്. ധാരാളം കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടിരുന്ന ആളുകൾക്ക് സഹായഹസ്തവുമായി ആരെങ്കിലും എത്തുന്ന ദിവസമായിരിക്കും. ദീർഘകാലമായി കിടക്കുന്ന കിടപ്പ് രോഗികളുടെ നിലയ്ക്ക് വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ടാകാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നവർക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ഭാരമല്ല, മാനസികമായ ഭാരം. അതുപോലെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകും എന്ന് വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. മറ്റ് കായികമായ ജോലികൾ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇന്ന് ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് കുറച്ച് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലവ് കൂടിയൊരു ദിവസമായിരിക്കുമെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലവ് ചെയ്യുന്നത്. ഗ്രഹോപകരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിപ്പിക്കുകയോ ഗ്രഹത്തിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ പുറത്തുനിന്ന് മറ്റുള്ളവരുടെ സഹായം ലഭിക്കുക മൂലം ഒരുപാട് കാര്യങ്ങൾ അനായാസേന ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. വളരെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന നല്ല കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായ ദേഷ്യവും മുൻകോപവും അസ്വസ്ഥതയും ഒക്കെ നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണുന്നതുവരെ ഈശ്വരാധീനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.